ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ കുറച്ച് ബേസിക്സ്. അപ്പോൾ ഫൊറിയർ സീരീസ് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലർക്ക് ഫൊറിയർ സീരീസ് സം ഇൻ്റഗ്രേഷൻസ് ഒക്കെ ഉണ്ട് എന്നുകൊണ്ട് പാടാണ് എന്നൊരു തോന്നലൊക്കെ വരും. പക്ഷേ അത്ര പ്രശ്നക്കാരനല്ല. ഇതിൻ്റെ ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ ഈ ഫൊറിയർ സീരീസിൻ്റെ പ്രോബ്ലംസ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലമാണ്, അല്ല അതിനകത്ത് വലിയ തിയറീസ് ഒന്നുമില്ല. പ്രോബ്ലം ചെയ്തങ്ങ് പോയാൽ മതി. ഈ ഫൊറിയർ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോസഫ് ഫൊറിയർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അത് ലാസ്റ്റ് ഓഫ് 17th century അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് ദി 18th century അദ്ദേഹം ഈ ഹീറ്റ് ട്രാൻസ്ഫേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത ഒരു ഏരിയയാണ് ഈ ഫൊറിയർ സീരീസ്. ഓക്കെ, അപ്പം ഫൊറിയർ സീരീസ് റെപ്രസെൻ്റ് ചെയ്തത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity an cos n pi x by l, ഇത്ര ആംഗിളിനകത്ത് കോസ്, പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഓക്കെ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫൊറിയർ സീരീസ്. ഇവിടെ ഈ a0 ans എന്ന് പറഞ്ഞാൽ എന്നിന് മണ്ണ് കൊടുക്കുമ്പോൾ a1 a2 a3 a4 എക്സെട്ര. അതുപോലെ തന്നെ b1 b2 b3 എക്സെട്ര. ഇവരെ പറയുന്നത് ഫൊറിയർ കോയഫിഷ്യൻസ് എന്നാണ്. ഫൊറിയർ കോയഫിഷ്യൻസ്, ഇതിന് ഫോർമുലാസ് ഒക്കെ ഉണ്ട്. ആ ഫോർമുല കണ്ടുപിടിച്ചത് നമ്മുടെ ഓയിലറാണ് ഫൊറിയർ സീരീസിൻ്റെ ഫോർമുലാസ്. അപ്പം ഇതിൻ്റെ ഫോർമുലാസ് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതിൻ്റെ കാര്യം നോക്കാം. ഈ a0 ഇസ് ഈക്വൽ ടു ഫോർമുല ഓരോന്നിൻ്റെയും പഠിക്കാൻ a0 an bn. അപ്പോൾ ഇച്ചിരി ഉഴപ്പന്മാരൊക്കെ ആണെങ്കിൽ, ഫോർമുല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫോർമുല പഠിക്കുക ഇത്രയേ ഉള്ളൂ. a0 ഇസ് ഈക്വൽ ടു an ഇസ് ഈക്വൽ ടു bn ഇസ് ഈക്വൽ, മൂന്നെണ്ണത്തിൻ്റെ ഫോർമുല വേണം. അപ്പോൾ ഏത് പ്രോബ്ലം ആണെങ്കിലും ഇത് മൂന്നുകൂടെ കണ്ടുപിടിച്ചിട്ട് ഈ സീരീസ് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ a0 ഇസ് ഈക്വൽ ടു 1/l ഇസ് l. ഓക്കെ, 1/l എന്നാൽ ഇവിടെ ഇരിക്കട്ടെ, 1/l. ഓക്കെ, ഇൻ്റഗ്രൽ ഇവിടെ ഇൻ്റഗ്രൽ അപ്പോൾ എല്ലാവർക്കും കോമൺ ആയാലോ. ഓക്കെ, ഇവിടെ ഇത്ര എഫ് ഓഫ് എക്സ് എന്നാൽ എന്നും കൊടുത്തേക്കാം ഒരു എഫ് ഓഫ് എക്സ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടും. എഫ് ഓഫ് എക്സ് ഇത്രയും നേരം പ്രശ്നമൊന്നുമില്ലല്ലോ. a0 an bn. ഓക്കെ, ഇനി ലിമിറ്റ് അത് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് തരുന്നത്, എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് c+2l ഇൻ്റർവെല്ലിലായിരിക്കും. അപ്പോൾ ഈ ഫൊറിയർ സീരീസ്, ജോസഫ് ഫൊറിയർ സീരീസ് ഡെവലപ്പ് ചെയ്തത് 2l ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് 2l ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടാണ് ഫൊറിയർ സീരീസ്. അപ്പം ഈ L എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഇൻ്റർവെൽ ലെങ്ത് ആണ്, ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ. ആ രീതിയിലാണ് ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല ഈ ജോസഫ് ഫൊറിയർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് L കണ്ടുപിടിച്ചിട്ട് ഈ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 0 to 4 ആണ് തരുന്നതെങ്കിൽ, ദ ഇൻ്റർവൽ 0 to 4 ആണെങ്കിൽ ഇവിടെ ലെങ്ത് ഈസ് എപ്പോഴും b-a. അതാണ് a to b ആണെങ്കിൽ b-a. 4 - 0 4 ആണ് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്. അപ്പം അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ L അപ്പോൾ ഇവിടെ 2 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കണം. വേറെ എക്സാമ്പിൾ -π <x π ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ, അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ -π to 0 ഒരു പൈ ഉണ്ട്, 0 to π ഒരു പൈ ഉണ്ട്, അപ്പോൾ 2π. അല്ലെങ്കിൽ b-a π - π ദാറ്റ് ഈസ് 2π. ഇൻ്റർവൽ ലെങ്ത് ഈസ്, ടോട്ടൽ ലെങ്ത് ഈസ് 2π. അതിൻ്റെ ഹാഫ് അപ്പോൾ എത്രയായിരിക്കും? പൈ ആയിരിക്കും അങ്ങനെയുള്ള കേസിൽ L. അപ്പോൾ അങ്ങനെ നമ്മൾ L കണ്ടുപിടിച്ച് ഈ ഫോർമുലയിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഫോമുലയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എല്ല് കിട്ടിക്കഴിഞ്ഞാൽ എല്ലൊക്കെ ഇവിടെ കൊടുക്കാം. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ ലിമിറ്റ് തരുന്നത് ഇൻ്റർവെല്ലിൽ എവിടെ തൊട്ട് എവിടെ വേണം, സി പ്ലസ് 12. അപ്പോൾ എല്ലായിടത്തും സി പ്ലസ് 12, സി പ്ലസ് 12. അപ്പോൾ എ നോട്ടിൽ എ എല്ലും ബി എല്ലും. എ നോട്ടിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എ നോട്ടിൻ്റെ ഫോമുല അത്രയേ ഉള്ളൂ. 1/L ഇൻ്റഗ്രൽ സി പ്ലസ് 12 fx dx. എ എൻ വരുമ്പോൾ ഇവിടെ ആരാണോ എ എന്നിൻ്റെ കൂടെ ഉള്ളത് അവരുടെ വരും. ഇവിടെ ആരാ എൻ്റെ കൂടെ ഉള്ളത്? കോസ് അല്ലേ. സോ കോസ് n പൈ എക്സ് ബൈ എൽ ഡി എക്സ് എൻ്റെ ഫോമുല. ബി എന്നോ, ഇവിടെ ബി എൻ്റെ കൂടെ ആരാ ഉള്ളത്? സൈൻ അല്ലേ. അപ്പോൾ അവിടെ സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പോൾ ഫോമുല കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് 3 ഫോമുലാസും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എ നോട്ട് എ എൻ എല്ലാവർക്കും 1/L ഉണ്ട്, എല്ലാവർക്കും ഇൻ്റഗ്രൽ ഉണ്ട്, എല്ലാവർക്കും എഫ് എക്സ് ഉണ്ട്. ഫസ്റ്റ് എ നോട്ടിന് അത്രയേ ഉള്ളൂ. എ എന്ന് അവിടെ കോസൂടെ വരും, ബി എന്ന് സൈനൂടെ വരും. അപ്പോൾ ഇതാണ് ഫോറിയറിൻ്റെ ഫോമുല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഏത് ഫംഗ്ഷനെയും നമുക്ക് ഫോറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ കിട്ടിയാലും ഫോറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം സൈനും കോസും ഒക്കെയാണ് ഉള്ളത്. സൈൻ്റെയും കോസിൻ്റെയും പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? സൈൻ്റെയും കോസിൻ്റെയും പ്രോപ്പർട്ടീസ്. സൈനും കോസും പീരിയോഡിക് ആണെന്ന് അറിയില്ലേ? സൈനും കോസും പീരിയോഡിക്കാണ്. അപ്പം എഫ് എക്സും എന്തായിരിക്കണം? പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പം നമുക്ക് സൈൻ്റെയും കോസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കാം എന്തൊക്കെ ഇവിടെ നടക്കും. ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം പ്രോപ്പർട്ടീസ് നോക്കുമ്പോഴേ നമുക്ക് സൈനും കോസും ഫൈനൈറ്റ് ആണ്, അതിൻ്റെ ഡൊമൈനിൽ ഫൈനൈറ്റ് ആണ്. അതുപോലെ തന്നെ സൈൻ ആയാലും കോസ് ആയാലും ബൗണ്ടഡ് ആണ്. പിന്നെ സൈൻ്റെയും കോസിനെ പീരിയോഡിക് ഓൾറെഡി പറഞ്ഞു, പീരിയോഡിക് ആണ്, പീരിയോഡിക്. പിന്നെ ഇത് അതിൻ്റെ ഡൊമൈനിൽ ലിമിറ്റ് പൊസസ് ചെയ്യും അല്ലേ? അതിൻ്റെ ഈച്ച് പോയിന്റ് ഓഫ് ദ ഡൊമൈനിൽ സൈനും കോസിനും ലിമിറ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ആണ്, സൈനും കോസും കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. പിന്നെ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ? കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഇറ്റ് പൊസസ് ഓൺലി 1 point of maximum and minimum in the period. അതിൻ്റെ പീരീഡിൽ ഒറ്റ മാക്സിമമേ ഉള്ളൂ, ഒറ്റ മിനിമമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇത്രയും പ്രോപ്പർട്ടീസും സൈനും കോസിനും ഉള്ളതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ഇത്രയും പ്രോപ്പർട്ടീസ് എടുത്ത് നമ്മളെ രീതിയിൽ ചൂസ് ചെയ്താൽ നമുക്ക് ലിമിറ്റഡ് ഫങ്ഷൻസ് മാത്രമേ, അല്ലെങ്കിൽ ഈ സ്മോൾ ഫാമിലി ഓഫ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ഫോറിയർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലർ വിചാരിക്കുമോ അത് മതിയായിരുന്നു, അങ്ങനെയായിരുന്നു നമുക്ക് കുറച്ച് ഫങ്ഷൻസ് കാണാതെ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ തിയറം ഉണ്ട്. ഈ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം കൂടി ഉൾപ്പെടുത്താതെ ഇതിനകത്തുനിന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം എഫ് എക്സ്, ഇപ്പം ആ തിയറം പറയുമ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പോൾ ഫോറിയർ റെപ്രസെൻറ്റേഷൻ തിയറം പറയുന്നത് എഫ് എക്സ് ഡിഫൈൻഡ് in the interval c plus 2l with following characterizations. ഒന്നെന്ന് പറയുന്നത് 1, it is finite and bounded in this interval. Second case പറയുന്നത് periodic with period 2l period. തേർഡ് പറയുന്നത് എഫ് എക്സ് ഹാസ് അറ്റ് മോസ്റ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ജംപ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആവാം, പക്ഷേ ഫൈനൈറ്റ് നമ്പർ ഓഫ് ജംപ് ഡിസ്കണ്ടിന്യൂറ്റീസ്
കണ്ടിന്യൂയിറ്റീസ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂയിറ്റീസ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ജംപ് ഡിസ്കണ്ടിന്യൂയിറ്റീസ് ഇതിൻ്റെ പീരീഡിൽ. അടുത്തത് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമാസ് ആൻഡ് മിനിമാസ്. മറ്റേ സൈനും കോസിനും ഒരാളെ ഉള്ളായിരുന്നു, ഒറ്റ മാക്സിമ ഒറ്റ മിനിമ. അങ്ങനെ നോക്കിയാൽ ഫംഗ്ഷൻ കുറയുന്നു. സോ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമാസ് മിനിമാസ്. മറ്റേത് ഡിസ്കണ്ടിന്യൂറ്റീസേ ഇല്ലായിരുന്നു സൈനും കോസിനും അവിടെ അതിൻ്റെ ഡൊമൈനിൽ. ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇത്രയൊക്കെ നമ്മളൊന്ന് നമ്മൾ താഴാൻ ശ്രമിച്ചാൽ നമുക്ക് ഒത്തിരി ഫംഗ്ഷൻസിനെ കിട്ടും. കടുംപിടുത്തമൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് ഇതിനെ മാറ്റാൻ പറ്റിയാൽ നമുക്ക് കുറച്ചേറെ ഫംഗ്ഷൻസിനെ കിട്ടും. അപ്പോൾ ദെൻ ദ സീരീസ് ഇങ്ങനെയൊക്കെയാണ് എഫ് എക്സ് എങ്കിൽ ദെൻ ദ സീരീസ് a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos n pi x by l plus bn sin n pi x by l with suitable choice of a0, an and bn which converges to the function f of x. Okay, if fx is continuous at x. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൺവേർജസ് ടു എഫ് എക്സ് ആയിരിക്കും. എപ്പോഴാണ് എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. എഫ് എക്സ് കണ്ടിന്യൂവസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എപ്പോഴാണ് കണ്ടിന്യൂസ്? അറ്റ് എക്സ്. ഓക്കെ, കണ്ടിന്യൂസ് അറ്റ് എക്സ്. ഇനിയും ഡിസ്കണ്ടിന്യൂസിറ്റി ആണെങ്കിൽ, എക്സിലെ ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്നത് ആവറേജ് ഓഫ് ദ ലിമിറ്റ്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് മൈനസ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡിവൈഡഡ് ബൈ 2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും. ഓക്കെ, ഇത്രയും കാര്യം, ഇത് ഈ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഫൊറിയർ സീരീസിൽ നിന്ന് വന്നത്. ഇപ്പറയുന്ന 4 കണ്ടീഷൻസ് ഇതിനെ ഡിറിഷ്ലെറ്റ്സ് കണ്ടീഷൻസ് എന്ന് പറയും. ഡിറിഷ്ലെറ്റ്സ് കണ്ടീഷൻ എന്ന് പറയും. സാധാരണ ഇത് തിയറി ആയിട്ട് നമുക്ക് പാർട്ടുകളിലെ ഇങ്ങനെ വാട്ട് ആർ ദി ഡിറിഷ്ലെറ്റ്സ് കണ്ടീഷൻ ഫോർ ഫൊറിയർ സീരീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഫൈനൈറ്റ് ആൻഡ് ബൗണ്ടഡ്, പീരിയോഡിക്, ഫൈനൈറ്റ് നമ്പർ ഓഫ് ജംപ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമസ് മിനിമാസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ആകുമ്പോൾ ഈ ഒരു സീരീസ് ഇസ് എ കൺവേർജസ് ടു എഫ് എക്സ്. അതായത് എൻ്റെ ഈ സമ്മ് കൺവേർജ് ചെയ്യുന്നത് എഫ് എക്സിലോട്ടാവും. എപ്പോഴാണ്? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അല്ല എങ്കിൽ, കണ്ടിന്യൂറ്റി അല്ല ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഈ പറയുന്ന എഫ് ഓഫ് എക്സ് മൈനസ് ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ മുമ്പുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ പ്ലസ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ ശേഷമുള്ള റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2, ആവറേജ് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡിറിഷ്ലെറ്റ്സ് കണ്ടീഷനൊക്കെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പക്ഷേ തരുന്ന ക്വസ്റ്റ്യൻ ഡിറിഷ്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 1/x. ഓക്കെ, ഇൻ ദ ഇൻ്റർവൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണേൽ കണ്ടെന്നിരിക്കാം. ട്രീറ്റിംഗ് എഫ് എക്സ് എസ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 1, ഇതിനെ ഫൊറിയർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ, അല്ല വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, ഇതിനെ ഫൊറിയർ സീരീസ് എഴുതാൻ സത്യം പറഞ്ഞാൽ ഇതിനെ ഫൊറിയർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ പറയുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ സൈൻ 1/xന് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മാക്സിമാസ് ആൻഡ് മിനിമാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഈ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷനെ നമുക്ക് ഫൊറിയർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. സൈൻ 1/xനെ, സൈൻ എക്സ് ഒക്കെ പറ്റും, സൈൻ 1/xനെ എന്തായാലും ഫൊറിയർ സീരീസ് ആയിട്ടൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്, അതിനെ നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം. അതിനു മുമ്പ് ഈ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. കണ്ടിന്യൂസ് പോയിന്റിലെ കൺവേർജൻസും ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സിലെ കൺവേർജൻസും ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫൊറിയർ സീരീസിലേക്ക് വരാം. ഓക്കെ, കൺവേർജൻസ് ഓഫ് ദ ഫൊറിയർ സീരീസ്.
അപ്പോൾ ഫൊറിയർ സീരീസിൻ്റെ കൺവേർജൻസിനെ പറ്റി എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ കൺവേർജൻസിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത്. വൺ ഈസ് കണ്ടിന്യൂസ് പോയിൻറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രീം പോയിൻറ്റ്സ്. എക്സ്ട്രീം, അങ്ങേയറ്റം ഇങ്ങേയറ്റം. തേർഡ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ്. ഓക്കെ, ഈ 3 പോയിന്റിലാണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയാവും എന്ന് അറിയേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ചുമ്മാ ഞാൻ ഒരു ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇവിടെ നിങ്ങൾക്ക് 0 എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻ്റർവലിൻ്റെ എക്സ്ട്രീം പോയിൻ്റ്, അതുപോലെ 2π എന്ന് പറയുന്നതും എക്സ്ട്രീം പോയിൻ്റ്. ഓക്കെ, 0 2π ആണ് കൺസിഡർ ചെയ്യുന്നത്. 0യും 2πയും അതിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സാണ്. ഇതിനിടയ്ക്കുള്ള പോയിൻറ്റ്സ് ആണ് കണ്ടിന്യൂസ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് പോയിൻ്റ് ഇപ്പം പൈ കണ്ടിന്യൂസ് പോയിൻ്റാണ്. π/2 ഇതിനിടയ്ക്കല്ലേ π/2 കണ്ടിന്യൂസാണ്. π/4 കണ്ടിന്യൂസാണ്. 3π/4 കണ്ടിന്യൂസ്. 3π/2 എല്ലാം കണ്ടിന്യൂസാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് പോയിന്റിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ എഫ് ഓഫ് പൈ ഇപ്പം ചോദിക്കുകയാണ് എങ്കിൽ പൈ കണ്ടിന്യൂസ് പോയിൻ്റാണ്, ഇതിനകത്തുള്ള പോയിന്റ് തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് പകരം പൈ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ആൻസർ ഇസ് π². തീർന്നു. ഇനി വേറെ എഫ് ഓഫ് π/2, അതും കണ്ടിന്യൂസ് അല്ലേ? 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കല്ലേ π/2. അപ്പോൾ അതും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് π/2 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് π/2ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് π²/4. അങ്ങനെ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി നടക്കും. പക്ഷേ എക്സ്ട്രീം പോയിൻറ്റ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ എഫ് ഓഫ് 0 എക്സ്ട്രീം പോയിൻ്റാണ്. അപ്പം നമ്മൾ ചാടിപ്പിടിച്ച് ചിലപ്പോൾ എഴുതും എഫ് ഓഫ് 0 = 0², ദാറ്റ് ഈസ് 0. തെറ്റാ. എക്സ്ട്രീം പോയിൻറ്റ്സിൽ നമ്മൾ എടുക്കുന്നത് ആവറേജ് ഓഫ് ദി എക്സ്ട്രീം വാല്യൂസ്. ആവറേജ് ഓഫ് ദി എക്സ്ട്രീം വാല്യൂസ്, ദാറ്റ് ഈസ് ആരൊക്കെ എക്സ്ട്രീം? 0, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് മറ്റേ എക്സ്ട്രീം ആരാ? 2π ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ തന്നെ എടുക്കണം എക്സ്ട്രീം വാല്യൂസിൽ. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0യുടെ സ്ക്വയർ ഈസ് 0. എഫ് ഓഫ് 2π എന്ന് പറഞ്ഞാൽ 2πയുടെ സ്ക്വയർ ഈസ് 4π²/2. സോ ദ ആൻസർ ഈസ് 2π². അപ്പോൾ 0 എന്ന് എഴുതിയായിരുന്നെങ്കിൽ എന്തൊരു മണ്ടത്തരമായി പോയനെ. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം വാല്യൂസിൽ നമ്മൾ ആവറേജ് ഓഫ്, അപ്പോൾ എഫ് ഓഫ് 2π അത് തന്നെയാണ്. എഫ് ഓഫ് 2π ഇത് തന്നെയാണ്, എക്സ്ട്രീമാണ്. സോ നമ്മൾ എടുക്കുന്ന അന്നേരവും ആവറേജ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 2π/2. അപ്പോൾ സെയിം ആണ്. രണ്ട് എക്സ്ട്രീമിലും സെയിം ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ അതായി. അപ്പം കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ ആവറേജ് ഓഫ് ദി എക്സ്ട്രീം വാല്യൂസ്. ഓക്കെ, ഇനി ഒരാളോട് ഉണ്ടല്ലോ ഡിസ്കണ്ടിന്യൂസ് അല്ലേ? അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല. നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നോക്കാം. 0 to 3 ഇൻ്റർവെല്ലിൽ, അപ്പം 0 മുതൽ 3 ഇൻ്റർവെല്ലിൽ എവിടേക്കോ കുറച്ച് ബ്രേക്സ് വന്നിട്ടുണ്ട് അല്ലേ? 0 മുതൽ 3 വരെ ഒരാൾ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പോയി, പക്ഷേ അയാൾക്ക് ഒറ്റ ബസ് കിട്ടിയില്ല. അയാൾ 0 മുതൽ 1 വരെ അയാൾ ട്രാവൽ ചെയ്തു, അവിടെ ടിക്കറ്റ് എടുത്തു, X രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് 1ൽ നിന്ന് 2ൽ അടുത്ത ബസ് കയറി, അവിടെ X² കൊടുത്തു. പിന്നെ 2ൽ നിന്ന് 3ലേക്ക് അടുത്ത ബസ് കയറേണ്ട വന്നു. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ബ്രേക്ക് വന്നു. 1ൽ ബ്രേക്ക് വന്നു, അതുപോലെ തന്നെ 2ൽ ബ്രേക്ക് വന്നു. അങ്ങനെ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ്. അപ്പോൾ 1ഉം 2ഉം ഡിസ്കണ്ടിന്യൂസ് പോയിൻ്റാണ്. അതായത് ഇത് എക്സ്ട്രീം അല്ല, 1 എക്സ്ട്രീം അല്ല. നമ്മൾ അവസാനം ചെല്ലുന്നതും തുടക്കവും, ദീസ് ആർ ദ എക്സ്ട്രീം പോയിൻറ്റ്സ്. ഹിയർ ദ എക്സ്ട്രീം പോയിൻറ്റ്സ് ആർ 0 and 3. 1 and 2 ബ്രേക്ക് വരുന്ന പോയിൻറ്റ്സ് രണ്ടിടത്തും ഉണ്ട്. അവരെയാണ് ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 0.5 എടുത്താലോ, 0.5 എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് വരും അല്ലേ, ഹാഫ്. അത് കണ്ടിന്യൂസ് ആണ്, അകത്തായതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. 1.5 ഇതിനകത്താണ്, കണ്ടിന്യൂസ്.
2.25 ഇവിടെ ഇടയ്ക്കാണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 3/2. അപ്പോൾ 3/2 എന്ന് പറയുന്നത് 1.5 ആണ്, ഇതിനകത്ത് നിൽക്കും അല്ലേ. 3/2 1.5 ആണ്. അപ്പോൾ ഇവിടെയാണ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ. സോ ഇറ്റ് ഈസ് അവിടെ ഇപ്പോൾ എന്തായിരുന്നു 3/2 എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. സോ 3/2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 9/4. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 0.5 ആണെങ്കിൽ അവിടെ എക്സ് തന്നെയാണ്, എഫ് ഓഫ് 0.5, അപ്പോൾ 0.5 തന്നെ വരും. അപ്പം എക്സ്ട്രീം വാല്യൂസോ എഫ് ഓഫ് 0 ആരെങ്കിലും ചോദിക്കുവാണെങ്കിലോ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദി എക്സ്ട്രീം വാല്യൂസ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് ലാസ്റ്റ് പോയിന്റ് ഈസ് 3/2. എഫ് ഓഫ് 0 ഇവിടെയാണ് 0 വരുന്നത്, അവിടെ 0 എക്സ് ആണ്. അപ്പോൾ എക്സിന് പറയുന്നത് 0 കൊടുത്താൽ 0. എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്, 3 കൊടുത്താൽ 3യുടെ സ്ക്വയർ ഇസ് 9 പ്ലസ് 1 ദാറ്റ് ഈസ് 10/2. ദാറ്റ് ഈസ് 10/2 ഇസ് ഈക്വൽ ടു 5. 9 പ്ലസ് 1 എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. 3 ഇവിടെയാണ് കൊടുക്കുന്നത്, 3 ഇവിടെയാണ്. സോ 3 സ്ക്വയർ ഇസ് 9 പ്ലസ് 1 10. സോ 5. ഇനി ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 1 എന്നാ പോയിന്റാ? ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുമ്പിലത്തെ തിയറത്തിൽ പറഞ്ഞ ആവറേജ് ഓഫ് ദി ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്. ആവറേജ് ഓഫ് ദി ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ദാറ്റ് ഈസ് എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് ഡിവൈഡഡ് ബൈ 2. 1 മൈനസ് എന്ന് പറയുമ്പോൾ 1ൻ്റെ മൈനസ് ഇവിടെ, 1 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പം എഫ് ഓഫ് 1 മൈനസ് അപ്പോൾ ഇവിടെ കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആണ്, സോ 1. എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കണം, ഇവിടെയാണ് 1 കൊടുത്താൽ 1 സ്ക്വയർ ഇസ് 1/2 ഇസ് ഈക്വൽ ടു 2/2 ഇസ് ഈക്വൽ ടു 1. സോ 1 എന്ന് പറയുന്ന ഡിസ്കണ്ടിന്യൂസ് പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനിയും വേറെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ഉള്ളൂ, എഫ് ഓഫ് 2 ഒരു ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെയും എഫ് ഓഫ് 2 മൈനസ് പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഇവിടെ രണ്ടിടത്തുണ്ട്, 2 മൈനസ് എന്ന് പറയാൻ മേളിൽ വരും, 2 സ്ക്വയർ വരും അല്ലേ, 4. 2 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ 2 കൊടുത്താൽ 2 സ്ക്വയർ പ്ലസ് 1, 4 പ്ലസ് 1 5 വരും, ഡിവൈഡഡ് ബൈ 2. ആവറേജ് എന്ന് പറയുമ്പോൾ ബൈ 2. സോ 5 പ്ലസ് 4 ഇസ് 9/2. അപ്പം ഞാനിത് എന്തിനാ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോറിയർ സീരീസിൽ ചില പ്രോബ്ലത്തിലൊക്കെ ഹെൻസ് ഡെഡ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ തരും. നിങ്ങൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയറിൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിച്ചിട്ട് അവർ പറയും ഹെൻസ് ഡെഡ്യൂസ് സിഗ്മ 1/n സ്ക്വയർ ഇസ് ഈക്വൽ ടു π/6, സിഗ്മ -1/n/n സ്ക്വയർ ഇസ് ഈക്വൽ ടു π/12 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിച്ചാൽ ഡെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒപ്പിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയും ഒപ്പിച്ച് വെക്കുക. അപ്പം നമ്മളായിട്ട് കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഒപ്പിക്കുന്നത്. അപ്പം നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ചിലപ്പം കൊടുക്കുന്ന വാല്യൂ ചിലപ്പം കണ്ടിന്യൂസ് ആണ്, എന്നാൽ കുഴപ്പമില്ല ഡയറക്റ്റ് കൊടുത്തു. ചിലപ്പം എക്സ്ട്രീം ആയിരിക്കും, അപ്പം ചുമ്മാ ചാടിക്കയറി കൊടുക്കാൻ പറ്റില്ല, ആവറേജ് ഓഫ് ദ എക്സ്ട്രീം വാല്യൂ എടുക്കണം. അല്ല ഡിസ്കണ്ടിന്യൂസ് പോയിൻ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളാണ് കൊടുക്കുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏത് പോയിന്റ് കൊടുക്കണമെന്ന്. സീരീസ് ഫൈനൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുമ്പോൾ ചുമ്മാതെ കൊടുക്കാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങൾ കണ്ടിന്യൂസ്, എക്സ്ട്രീം, ഡിസ്കണ്ടിന്യൂസ്, ഈ 3 കാര്യങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂസ് ഒരു ഫോറിയർ സീരീസിൽ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്ന കൺവേർജൻസ് ഓഫ് ദ ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി അത്യാവശ്യമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യമാണ് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷനും ഇൻ്റഗ്രൽ UV ഫോർമുല. അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലം വന്നാൽ എങ്ങനെ ആൻസറിലേക്ക് എളുപ്പം എത്താം. ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ലെങ്തി ആയി പോയതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസും കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലേക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.